ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയത് തോരനാണ്. ഏത് ചീര വെച്ചിട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കാം. നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ചീര എടുത്തിട്ടുണ്ട്. ഞാൻ പച്ച കളറുള്ള ചീരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് ഉണക്കമുളക് കൂടി ചതച്ചതാണിത്. ആവശ്യത്തിന് കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പാത്രം വെച്ചിട്ട് ഇനി ഗ്യാസ് കത്തിക്കുക. പാത്രം ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ പാത്രത്തെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടി ചതച്ച് വെച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മൂക്കണ വരെ വഴറ്റുക. നന്നായി മൂത്ത് വരണം. അപ്പോൾ അതാ ഉള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് ഒന്ന് പച്ചപ്പൊന്ന് വിടുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് മൂപ്പിക്കൊന്നും വേണ്ട. തേങ്ങയ്ക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ചീര ഇട്ട് കൊടുക്കുക. ചീര ഇട്ടെടുത്തിട്ട് ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട്
ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചെടുക്കുക. ഗ്യാസ് തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ ഇട്ടൊക്കെ നല്ല കരിഞ്ഞു പോവും. ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്കിത് മൂടി തുറന്നിട്ട് ഒന്ന് വെന്തോ നോക്കി നോക്കാം. ഇപ്പം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ചീര വെച്ചിട്ട് ഏത് ചീര വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചുവന്ന ചീരയും പല ടൈപ്പിലുള്ള ചീരയും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. നല്ല രസമാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.